ഇന്നലെ രാത്രി ഉറക്കം എഴുന്നേറ്റിട്ടും ലക്കി അങ്ങോട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങി വരാതെ അവിടെ തന്നെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കി. ഞാൻ ഉണർന്നടാ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് മുട്ടയൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് ഭയങ്കര വിനയത്തോടെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പറ്റിയെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായേ. പുള്ളിക്കാരന് ഒരു വാക്യൂം ക്ലീനറിൻ്റെ സ്റ്റോറേജിൻ്റെ അടിയിൽ ഇന്നലെ ഒന്ന് ലോക്കായിരുന്നു. അവിടുന്ന് ഞാൻ രക്ഷപ്പെടുത്തിയപ്പോൾ എൻ്റെ കൈ കയറി ഒന്ന് കടിച്ച് പേടിച്ചിട്ട് അതിൻ്റെ കുറ്റബോധമാണ് ഈ പാമ്പർ ചെയ്യാനൊക്കെ ഇരുന്നിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കാണരുത്. മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്പൂണിൽ കുറച്ച് തൈര് എടുത്തുകൊണ്ട് വന്നു. തൈരൊക്കെ കൊടുത്തു. തൈരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൈരൊക്കെ കഴിക്കും. പിന്നെ പ്രവാസിയുടെ റൂമിലായതുകൊണ്ടായിരിക്കും ഗുബൂസിനോട് വല്ലാത്തൊരു ആസക്തിയുണ്ട്. ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഗുബൂസ് എടുത്ത് കഴിക്കുവാൻ. അങ്ങനെ ഞാൻ ഇന്നലെ കുറച്ച് ഗുബൂസിൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ടൊന്ന് കൊടുത്തു. അതൊക്കെ കഴിച്ചു. പിന്നെ എത്ര കുറ്റബോധം ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഗുബൂസിലെങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നാണ് എനിക്ക് മനസ്സിലാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് കുബൂസൊക്കെ കഴിച്ചൊന്ന് ആക്റ്റീവായി കഴിഞ്ഞപ്പോൾ അവൻ ഓടി കൂട്ടിലോട്ട് കയറുന്നു. മെനങ്ങാൻ അവൻ തേടി കണ്ടുപിടിച്ചെന്നൊരു ചോക്ലേറ്റ് ഞാൻ കൊടുത്തായിരുന്നു. അതിൻ്റെ ബാലൻസ് കൂട്ടി കിടപ്പുണ്ടായിരുന്നു. അത് ഓർത്ത് വെച്ചിട്ട് ഓടിപ്പോയി അവൻ ആ മുട്ടായി എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഞാൻ വീഡിയോ ആയിട്ട് ചെല്ലുന്നത് മൊബൈലുമായിട്ട് ചെല്ലുന്ന കണ്ടപ്പോൾ ലക്കി നാണം കൊണ്ട് ഓടിപ്പോയി. ഞാൻ വിടില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഇനിയിപ്പം നീ വീഡിയോ എടുക്കുന്നെങ്കിൽ വീഡിയോ എടുത്തോ എന്ന മട്ടിൽ ലക്കി അവിടെ തൂങ്ങിക്കിടന്ന് എൻ്റെ നേരെ ക്യാമറയുടെ നേരെ വന്നിരുന്നു ചോക്ലേറ്റ് കഴിച്ച് കാണിച്ചു.